സൂപ്പർ അടിപൊളി തകർത്തിരിക്കുന്നു. ഇന്റർവെല്ലാണ് രസമുള്ളത്. ക്ലൈമാക്സ് സൂപ്പർ, പറയാനില്ല. രണ്ടാളും നമുക്ക് പറയണ്ട, അതിമനോഹരമായിരിക്കും. ഗംഭീരം, നല്ല നല്ല അടിപൊളി സൂപ്പർ പടം. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം ഒരു രക്ഷയില്ല. എന്റെ അമ്മ മമ്മൂക്ക വിനായകനെ നെഞ്ചോട് ചേർത്ത് വെച്ചണെങ്കിലേ പിന്നെ വിനായകൻ എങ്ങനെയായിരിക്കും സ്ക്രീന് കത്തിച്ചു കളഞ്ഞു. വിനായകൻ ഒരു രക്ഷയില്ല. രണ്ടുപേരും ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. എന്റെ അമ്മോ, എനിക്കൊരു മമ്മൂക്ക ആയാൽ മതിയേ ഈ പടം കണ്ടിട്ട്. പിന്നെ ഒരു കാര്യം, 20 വയസ്സിലാണ് ചിമ്പു മന്മഥനായിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക 74 വയസ്സിലാണ് മന്മഥനായത്. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം, ആ ഗ്ലാമർ തന്നെയാണ് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പടം കിടിലം കേട്ടാ. എല്ലാ ഫാമിലിയും ഈ പടം പോയി കാണണം, ഒരു രക്ഷയില്ല. നെറ്റിച്ച് നല്ല പടം. മമ്മൂക്കയുടെ പ്രസൻസ് വില്ലൻ തന്നെയാണ്, നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. വില്ലന്റെ ആ ഒരു നമുക്ക് ആകെ മൊത്തം മമ്മൂക്കായ ഈ ഒരു വെറുപ്പിക്കുന്ന രീതിയിലായിപ്പോ കേട്ടോ. നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സീറ്റ് എഡ്ജ് ആണെന്ന് പറയാം. അത്രയ്ക്കും നല്ല ഗംഭീരമായ പടം. ട്വിസ്റ്റ് വലിയ ട്വിസ്റ്റ് ഇല്ല, എന്നാലും കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് സീറ്റ് എഡ്ജ് ആണ്. മമ്മൂക്കായ നമ്മൾ വെറുത്തു, പക്ഷെ അത്രയ്ക്കും വെറുപ്പുള്ള ഒരു കഥാപാത്രം. അതാണല്ലോ അഭിനയം, അതാണ് അഭിനയം. അതുക്കും മേലെ മമ്മൂട്ടി നിൽക്കുന്നുണ്ട്. വിനായകൻ നായകനും മമ്മൂട്ടി അതിനായകനുമാണ്. അതിനപ്പുറം അതുക്കും മേലെയാണ്. കാര്യം നെഗറ്റീവ് റോള്, പൂർണ്ണമായും ഒരു നെഗറ്റീവ് റോളിൽ മമ്മൂട്ടി വന്നിട്ടുള്ള ചില പടങ്ങളിൽ നെഗറ്റീവ് റോള് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ അത് മാറുന്നുണ്ട്. ഇത് ത്രൂ ഔട്ട് നെഗറ്റീവ് റോളാണ്. സ്ത്രീകൾക്കൊക്കെ വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രമാണ്. കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങള്, പിന്നെ ഈ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് സ്ത്രീകള് മറ്റുള്ളവരോടെ പോകുന്നത്, അതുപോലെ ഭാര്യമാരെ വഞ്ചിച്ചിട്ട് ഭർത്താക്കന്മാരിങ്ങനെ മറ്റു പരിപാടിക്ക് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളവര് ഈ പടം കാണണം. അങ്ങനെയൊക്കെ ഉള്ളവന്മാര് കാണേണ്ട പടമാണിത്. മമ്മൂട്ടിയെ വെറുക്കെന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം അത്രത്തോളം നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പ് അദ്ദേഹത്തിനോട് തോന്നും പറഞ്ഞാൽ ആ കഥാപാത്രത്തോട് തോന്നും. കാര്യം അത്രത്തോളം ആ കഥാപാത്രം മനസ്സിൽ ആഴ്ന്നിറങ്ങിയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വിനായകനും ഗംഭീരമായിട്ടുണ്ട്. എന്താ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2022 മുതൽ ഇതുവരെയുള്ള 3 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതിനപ്പുറം ഇതിന് കഥാപാത്രം ഇല്ല. നമ്മൾ നൻപകൽ നേരത്ത് മയക്കം കണ്ടപ്പോ പറഞ്ഞു, റോഷാക്ക് കണ്ടപ്പോ പറഞ്ഞു, ഇല്ലേ, കാതൽ കണ്ടപ്പോ പറഞ്ഞു. ഇപ്പൊ എന്താ ഈ സിനിമ ഇറങ്ങിയപ്പോഴും നമ്മൾ പറയുന്നു ഇതുക്കും മേലെ ഒരു പടം ഇല്ലെന്നുള്ളതാണ്. പക്ഷെ ഇതിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും അദ്ദേഹം നമ്മുടെ അടുത്ത് വീണ്ടും എത്തും. എന്തൊരു മനുഷ്യനാണ്, എനിക്ക് അഭിനയം തലക്ക് പിടിച്ച് പ്രാന്തായ മനുഷ്യനാണെന്ന്. എന്തൊരു മനുഷ്യനാണ് അത്. ഇന്റർവ്യൂ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ആണല്ലോ. പക്ഷെ പുള്ളി നന്നാക്കി ഒരു രക്ഷയില്ല. കിടിയം മുളക് മമ്മൂക്കാടെ വൺ ഓഫ് ദി കംബാക്ക് പടം തന്നെയാണ്. എനിക്ക് പറയാനുള്ള ആളൊന്നുമല്ല. ഈ പടം നിങ്ങൾ ആരും തഴഞ്ഞിടാൻ പാടില്ല. നമ്മൾ പൊതുവെ തമിഴ് ഓഡിയൻസ് ഈ മെയ്യഴകനും അതേപോലെ പടങ്ങൾ തഴഞ്ഞിട്ടതുപോലെ ഈ പടത്തിന് ഒരിക്കലും ആളുകൾ തിയേറ്റർ വാച്ച് ചെയ്യാതിരിക്കരുത്. വൻ നഷ്ടമായിരിക്കും അത്. കാര്യം വേറൊന്നുമല്ല, ഇത്ര ഒരു കിളിയം പടം മമ്മൂക്ക ഭ്രമയുഗമൊക്കെ തന്നെ കണ്ടായിരുന്നു. മോശമായിരുന്നു, അതുപോലെ ഒരിക്കലും മോശം വരാൻ പാടില്ല. വിനായകനും മമ്മൂക്കയും കൂടെ മത്സരിച്ച് അഭിനയിച്ചെന്ന് തന്നെ പറയാം. മമ്മൂക്ക ഒരു വൺ ഓഫ് ദി കിടിലൻ വില്ലൻ ക്യാരക്ടർ തന്നെയാണ് ഈ പടത്തിലുള്ളത്. ഒരു രക്ഷയില്ല, കിടിലൻ പടം. ഗംഭീരം എന്ന ഒറ്റവാക്ക്. ഇതിങ്ങേ ദിവസം മമ്മൂക്ക വിനായകൻ ടീമിന്റെ ഒരു പടം. ഒന്നാമത്തെ കാര്യം, ഒരു ഗ്യാപ്പിന് ശേഷമാണ് മമ്മൂക്കയുടെ പടം വരുന്നത്. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഈ പടം വരിക എന്ന്. അതായത് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റാതെ കുറെ ദിവസം ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. അത് കഴിഞ്ഞ് ഈ പടം വരും എന്ന് പറഞ്ഞു. പിന്നെ ഡേറ്റ് 27 എപ്പിസോഡ് ഡേറ്റ് മാറി. പിന്നെ ആകാംക്ഷയായി. പക്ഷേ ഈ പടത്തിനകത്ത് എന്തോ ഉണ്ടെന്ന് നേരത്തെ നമുക്കെല്ലാം അറിയാമായിരുന്നു. ആ നമ്മുടെ മനസ്സിൽ വിചാരിച്ച തന്നെ പറഞ്ഞുള്ളൂ. കുറെ ദിവസം കഴിഞ്ഞ് മമ്മൂക്കയെ കണ്ട സന്തോഷം. കൂടെ വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, ഗായത്രി അരുൺ, രജീഷ വിജയൻ, എല്ലാവരും വളരെ ഗംഭീരമായിട്ട്. ഒരു രക്ഷയില്ല. കാരണം മമ്മൂക്കയും വിനായകനുള്ള ആ ഒരു ഇതൊക്കെ എന്താ പറയുക. പിന്നെ വേറൊരു കാര്യം, ഈ റിസ്ക് മമ്മൂക്ക മാത്രമേ എടുക്കുള്ളൂ. ആ റിസ്ക് എടുത്ത മമ്മൂക്കയ്ക്ക് വലിയ ഇന്ത്യൻ സിനിമയില് ഈ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന മറ്റൊരു നടനില്ല. ഇത് വെറുതെ പറയുന്നതല്ല, ആരും എടുക്കില്ല. കാരണം ആ കഥാപാത്രം അങ്ങനെയാണ്. ഇതിൽ ഒരുപാടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സ്പോയിലർ ആയിപ്പോ. അതുകൊണ്ട് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയേണ്ട കാര്യമില്ല. ഗംഭീര ക്ലൈമാക്സും കാരണമല്ലോ വ്യത്യസ്തതയുടെ പര്യായമാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത വെല്ലുവിളി, ഇതിലെ കഥാപാത്രം സിനിമ കാണുമ്പോൾ മനസ്സിലായി ഈ കഥാപാത്രം ചെയ്യാൻ കാണിച്ചൊരു മനസ്സ്, അത് മലയാള സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ.
വന്നാലും മമ്മൂട്ടിയിലൂടെ മാത്രം, മമ്മൂട്ടിക്ക് സമം മമ്മൂട്ടി മാത്രം. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, അത്രയേ ഉള്ളൂ. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാനോ അതിന് പ്രതിനായകന്റെ റോളിൽ വന്ന് അഭിനയിക്കാനോ മമ്മൂട്ടിയെ കൊണ്ടല്ലാതെ ഈ ലോകത്തൊരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് ഉറച്ചു പറയാൻ വേണ്ടി പറ്റും. അത്രമാത്രം സൂപ്പറാണ്. സിനിമയെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല, സിനിമ കണ്ടു തന്നെ ആവണം. സ്പോയിലർ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല പടം, ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിരിക്കുന്നു. മമ്മൂക്ക, വിനായകൻ സെറ്റ്. കേട്ടില്ല. മമ്മൂക്ക വേഷപകർച്ച ചെയ്യുന്ന ആളാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മലയാളത്തില് മമ്മൂക്ക ഇതുപോലത്തെ ഒരു കഥാപാത്രം ചെയ്തു കാണില്ല. ചിലപ്പോൾ ഈ കഥാപാത്രത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. കാലങ്ങൾ കഴിയുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ നമുക്ക് പൊന്തൻ മാടയിലെ മാടായി മതിലുള്ള ബഷീർ വരുന്നത് പോലെ ഇതിലെ കഥാപാത്രം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവും. ഉടുമ്പൻകോറ്റിയേക്കാൾ ഭീകരനാണ് ഈ സിനിമയിൽ മമ്മൂക്ക. ഈ സിനിമ നിങ്ങൾ കാണണം. ഒരു അഭ്യർത്ഥന ഉള്ളത് ലോക മലയാളികളോടാണ്. അദ്ദേഹത്തിന് ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ലോക മലയാളികൾക്ക് ഞങ്ങൾ ഈ വേളയിൽ നന്ദി പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഇനിയും ആയുസ്സും ആരോഗ്യം കൊടുക്കുന്നത് മലയാളികൾ ഒരിക്കലും കാണാത്ത, അദ്ദേഹം ചെയ്യുമോ എന്ന് പ്രതീക്ഷിക്കാത്ത ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ്. ഈ കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ എന്ന് നിറയ്ക്കും. നിറകഞ്ഞുകളോട് പറയാണ്, മമ്മൂക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഒരായിരുന്നു. എന്ത് പറയാം, നായകനകൾ പ്രതിനായകൻ തൂക്കിയതോടെ പറയാം. ആ റേഞ്ചിൽ പടം എടുത്തിരിക്കും. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ മമ്മൂക്ക എല്ലാ നടന്മാർക്കും കരിയർ ബെസ്റ്റ് പടം എന്ന് പറയുമ്പോൾ വേറൊരു പടങ്ങളായിരിക്കും. മമ്മൂക്ക എങ്ങനെ അവസാനം ഏത് പടം റിലീസിൽ അതാണ് കരിയർ ബെസ്റ്റ്. ആ റേഞ്ച് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവല്. മമ്മൂക്ക നമ്മൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ഒരു ക്രൂരനായ വല്യനാണ്. മമ്മൂക്ക ആയതുകൊണ്ട് നമുക്ക് അത് മാസമായിട്ട് ഫീൽ ചെയ്യണം. അത് മാത്രമേ ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. അതൊരു കണ്ണീച്ചോറില്ലാത്ത വില്ലൻ വെച്ചാൽ ഇല്ല. മമ്മൂക്ക ചെയ്യണതുകൊണ്ട് സത്യം പറഞ്ഞാൽ നടൻ മമ്മൂക്കയും പിന്നെ വേറൊരുത്തനാക്കി വെച്ചിട്ട് അവസാനമൊക്കെ സെറ്റാക്കിയെങ്കിൽ അല്പം കൂടെ കണ്ടെങ്കിൽ ഇത് മമ്മൂക്ക വില്ലനാണ്. അപ്പൊ നമുക്ക് അത്ര ഇമ്പാക്റ്റ് ആണ് ഫീൽ ചെയ്യണത്. മമ്മൂക്ക കൊല്ലുമ്പോ മമ്മൂക്ക ഒരു രക്ഷയില്ല, ആ ഫീലാണ്. പടം 100% വർത്താനം മസ്റ്റ് വാച്ച് പടമാണ്. ആരും ചെയ്യൂല, കാരണം മമ്മൂക്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആ റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കത്തി. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഒരു പ്രേഷം ആദ്യം ചെയ്യാൻ ധൈര്യപ്പെടില്ല. കറക്റ്റാണ്. കാരണം അതിൻ്റെ ആ പടം പറഞ്ഞു പോകുന്ന രീതി മലയാള സിനിമ വെറൈറ്റി വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൽ ഫോട്ടോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും എന്തായാലും സന്ദർഭം പഴയ കാലഘട്ടമാണ്. നമുക്കവിടെ വിനീസം. ഒപ്പം തന്നെ പറയേണ്ടത് വിനായകൻ്റെ വിനായകൻ ഗംഭീരമായിട്ട് വിനായകൻ്റെ പോലീസ് അന്വേഷണം വളരെ കൃത്യമായ. ജിതിൻ ജോസിന്റെ പുതിയ ഒരു സംവിധാനമാണെന്ന് പറയില്ല. മമ്മൂട്ടി വിനായകനെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്താണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല കിടിലം മൂവി, മസ്റ്റ് വാച്ച് മൂവിയാണ് എല്ലാവർക്കും. അത് ചെയ്യാം, പക്ഷേ നമുക്ക് മികച്ചൊരു അനുഭവമായിരിക്കും. ഈ പ്രേക്ഷകർക്ക്, ഈ പടം കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് മികച്ചൊരു അനുഭവമായിരിക്കും. സൈക്കോ മോഹനും സൈക്കോ സ്റ്റാൻലിമാരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളത് തിരിച്ചറിയണം. ചെറിയൊരു കെയറും ചെറിയൊരു സംരക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അമ്മയും പെങ്ങന്മാരും ഒക്കെ കൈവിട്ടു പോകുന്ന ഒരവസരം മുതലാക്കാൻ പറ്റുന്ന രീതിയിൽ പടം കൊള്ളാം. നല്ല പടമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് എന്താണ്, മമ്മൂട്ടിന്റെ പടമാണ്, എല്ലാവർക്കും അറിയാം. നല്ല രീതിക്ക് തന്നെ വരും. യഥാർത്ഥ റിയൽ ലൈഫ് ആളുടെ കഥയാണ്. ആ ഒരു പോർഷൻ പുള്ളിക്കാരൻ നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ആരും മോശമായിട്ടില്ല. വിനായകൻ ഒരു നായകൻ എന്നുള്ള നിലയിൽ നല്ല രീതിക്ക് തന്നെ ആ ഒരു മമ്മൂക്കേൻ്റെ കൂടെ കട്ടക്കി നിന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം. മമ്മൂട്ടി ഒരു വെറൈറ്റി ഒരു ക്യാരക്ടറായിരുന്നു. മമ്മൂട്ടി ഒരു ത്രില്ലാണ്.